ചില ഹലാൽ വർഗീയതകൾ കാണാം. എന്താണ് മതേതരത്വമെന്ന് ഇതുവരെ ലീഗുകാർക്ക് മനസ്സിലായിട്ടില്ല. മതേതരത്വം എന്ന് പറയുന്നത് സ്വന്തം മതത്തിനു വേണ്ടി പച്ച വർഗീയത വിളിച്ച് കൂവുന്നതല്ല. അത് വെള്ളാപ്പള്ളി ചെയ്താലും KM ഷാജി ചെയ്താലും വിമർശിക്കപ്പെടണം. വെള്ളാപ്പള്ളി മറ്റു മതസ്ഥരെ വിമർശിക്കപ്പെടുകയോ അവർ കാരണം അവകാശങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളിക്കെതിരെ ഈ നാട് ശബ്ദമുയർത്തുന്നത് പോലെ തന്നെ സ്വന്തം മതത്തിനു വേണ്ടി അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പലതും പിടിച്ചു പറിക്കുമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഹലാൽ വർഗീയതയാകുന്നത്? വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ ഹറാമാണെങ്കിൽ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നതും ഈ നാട്ടിൽ ഹറാം തന്നെയാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ചിലർ പറഞ്ഞാൽ വികാരം പൊട്ടാത്തത് കൊണ്ട് KM ഷാജിയെ പോലെ അഖില ലോക വർഗീയവാദിയാണെന്ന് കോടതി പോലും കണ്ടെത്തി അദ്ദേഹത്തിന്റെ MLA സ്ഥാനം വരെ അസാധുവാക്കിയ ചരിത്രമുണ്ട്. അങ്ങനെയുള്ള വ്യക്തി ഈ സമൂഹത്തിൽ ഓടി നടന്നു പറഞ്ഞ പല വർഗീയതകളുണ്ട്. ആ വർഗീയതകൾ എന്തുകൊണ്ടാണ് അന്തിച്ചർച്ച പോലും ആകാതെ പോകുന്നത്? വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നവർ അതെന്താണ് KM ഷാജി സ്വന്തം മതത്തിന് വേണ്ടി പച്ച വർഗീയത വിളിച്ചു പറഞ്ഞാൽ അത് മതേതരമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്? സ്വന്തം മതത്തെക്കുറിച്ച് പറയുന്നതല്ല മതേതരത്വം. മറ്റു മതസ്ഥരെയും കൂടി ചേർത്ത് പിടിക്കണം. എൻ്റെ മതത്തിന് നഷ്ടപ്പെട്ടതെല്ലാം അടുത്ത അധികാരം കിട്ടിയാൽ തിരിച്ചു പിടിക്കണം. അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മുസ്ലിം മതസ്ഥർ പോകുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ CPM-ലേക്കല്ല പോകുന്നത്, നിങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്നു. ഇതൊന്നും വർഗീയതയായിട്ട് ചർച്ച ചെയ്യാത്തവർ, അതിനെ സംബന്ധിച്ച് അന്തിച്ചർച്ച വയ്ക്കാത്തവർ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉടവാളെടുത്ത് ഇറങ്ങുമ്പോൾ ഈ വർഗീയത ഹറാമാണോ ആ വർഗീയത ഹലാലാണോ എന്ന് വേർതിരിച്ച് പോയിന്റ് ഇടുന്നത് ആരെന്ന് നമുക്ക് KM ഷാജിയുടെ ചില പരാമർശങ്ങളെ ചൂണ്ടിക്കാട്ടി ഒരു ചോദ്യമായി ഈ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിവിടുകയാണ്. സഖാവ് പിണറായി വിജയന് പിണറായി പാറ അറിയാലോ? പിണറായി പാറയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി പൊളിക്കുന്നത് ഡിസംബർ 30 അർദ്ധരാത്രിയായി. പള്ളി പൊളിക്കാൻ ഇന്നത്തെ പോലെ ലൈറ്റ് ഒന്നിട്ട് പൊളിക്കാൻ പറ്റില്ലല്ലോ. ചൂട്ടും വെട്ടുമ്പോ കൈക്കന്നെ കൊണ്ടുപോകുന്നു കരുതിയിട്ട് 30 നിർത്തിവെച്ച് ഡിസംബർ 31 ശാന്തി സമാധാനം വരുന്നതിന് മുമ്പ് ആ പള്ളി പൊളിച്ചു തീർത്തു. പറയുന്നത് ഷാജി അല്ല, വിധേയത്തൽ കമ്മീഷനാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രം തീരുന്നില്ല, അവിടെ ഒരു പ്രതിയുണ്ട്, പേര് കുമാരൻ, സഖാവ് കുമാരൻ, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സഹോദരനാണ്. ചോദിക്കട്ടെ, ഭരണം വേണമല്ലോ, ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും, ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അവർക്കത് കിട്ടണം. കേരളം പോലെ ഒരു സമുദായം ചോര ചിന്തി നമ്മുടെ പിതാമഹന്മാർ നേടിത്തന്ന അവകാശങ്ങൾ അതവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടം. വടകര താലൂക്കിൽ, കണ്ണൂരിൽ, ഈ മലബാറിലെ ഇടവന്മാർ CPM-ന്റെ ചാവേറുകളാണ്, തല്ലുതൊഴിലാളികളാണ്. ആളെ കൊല്ലാൻ നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി ഇവരെ ഉപയോഗിക്കുകയാണ്. എന്തേ അങ്ങ് തെക്കിൽ കാണുന്ന പോലെ ഇടവന്മാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിലില്ല? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചുവട്ടിൽ പെട്ടുപോയവരെ പതുക്കെ പതുക്കെ ഇവർ തകർക്കും. മുസ്ലിങ്ങളെ തകർക്കാൻ അവന്റെ ഇസ്സത്ത് മാത്രം തകർത്താൽ മതി. വളരെ ആസൂത്രിതമായി അത് നടക്കുന്നു. സ്നേഹമുള്ളവരെ, CPM-ൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോ, SFI-ലും DYFI-ലും മെമ്പർഷിപ്പ് എടുക്കുമ്പോ ചിലരൊക്കെ ചിരിക്കുകയാണ്. ഓ, ലീഗിന് ക്ഷീണായി പോയി. ലീഗിന്റെ ആഫീസിന്റെ പരിസരത്ത് നിന്നല്ല അവർ പോകുന്നത്, അവർ ദീനിന്റെ പരിസരത്ത് നിന്നാണ്. അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അവർ പോകുന്നത് ദീനിന്റെ പരിസരത്ത് നിന്നാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പള്ളിക്കൂടം ഞങ്ങൾ പണിയും, പള്ളിയും ഞങ്ങൾ പണിയും. ആ പള്ളി പണിയണ്ടെന്ന് മക്കളെ പഠിപ്പിക്കുന്ന SFI-ലാണോ? എന്ത് ഡിപ്ലോമസിയുടെ പേരിലും നിങ്ങൾ പോയി ചേരേണ്ടത്? ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലാണോ നിങ്ങൾ ആളുകളെ കൊണ്ടുപോയി ചേർത്തേണ്ടത്? നിങ്ങൾ പറയ, അവിടെയാണോ? മതമല്ല 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 പ്രശ്നം എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതമല്ലേ? കേട്ടല്ലോ. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പോലും വീട് വീടാന്തരം കയറി വർഗീയത പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ MLA സ്ഥാനം അയോഗ്യനാക്കിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേട്ടെ. അഴീക്കോട് MLA KM ഷാജി അയോഗ്യനാണെന്ന് ഹൈക്കോടതി. വർഗീയ പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ച് നികേഷ് കുമാർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. അനീഷ് ഇരുന്നു വിവരങ്ങളുമായി. അനീഷ്, പറയൂ. ഇടത് സ്ഥാനാർത്ഥി MV നികേഷ് കുമാർ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ് വന്നിരിക്കുന്നത്. 6 വർഷത്തേക്കാണ് KM ഷാജിയെ അയോഗ്യനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്തെ തെറ്റായ പ്രവണതകളുടെ പേരിലാണ് ഇപ്പോൾ നടപടി നേരിട്ടിരിക്കുന്നത്. MV നികേഷ് കുമാർ തന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. കേട്ടല്ലോ.
അപ്പോൾ വർഗീയവാദിയാണെന്ന് കോടതിക്ക് വരെ ബോധ്യപ്പെട്ടു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇന്നും അദ്ദേഹം തീപ്പൊരിയാണ്. കാരണം ഇടതുവിരുദ്ധ മനോഭാവങ്ങൾ ഉള്ളവർക്ക് അദ്ദേഹം വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെയും പിണറായി വിരോധികൾക്കും അദ്ദേഹം വലിയ സ്വീകാര്യനാണ്. ആ രണ്ട് വിഷയങ്ങളിൽ, അതായത് പിണറായിക്കെതിരെയോ ഇടതുപക്ഷത്തിനെതിരെയോ എന്ത് അലവലാതിത്തരം പറഞ്ഞാലും അവൻ വർഗീയവാദിയാണെങ്കിൽ അവനെ പൊന്നാട അണിയിക്കുന്ന ഒരു നാടാണ്. അങ്ങനെ പൊന്നാട അണിയിച്ച് മതേതര സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലിരിക്കുന്നവരുടെ മനോനിലയാണ് ഇത് വെച്ചിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടത്. വെള്ളാപ്പള്ളി പറഞ്ഞത് വർഗീയതയാണെങ്കിൽ KM ഷാജി പറയുന്നതും പച്ചയായിട്ടുള്ള വർഗീയത തന്നെയാണ്. അത് ഉറക്ക തന്നെ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മതേതരത്വത്തെ സംരക്ഷിക്കുന്നവരുടെ ഉത്തരവാദിത്തം. അല്ലാതെ സംഘപരിവാർ മാത്രമല്ല കേരളത്തിന്റെ മതേതരത്വത്തിന് വെല്ലുവിളിയായിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ തന്നെ കേരളത്തിന്റെ മതേതരത്വത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. പരസ്പരം മതത്തിന്റെ പേരിൽ ഒരുമിച്ച് നിന്ന് രാഷ്ട്രീയം മാറ്റിവെച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യം സജി ചെറിയാൻ പറയുമ്പോൾ അതിനെ വർഗീയതയാക്കി മാറ്റുന്ന രീതിയുണ്ടല്ലോ, ആ കൗശല രീതിക്കെതിരെയാണ് കേരളം ഹറാമും ഹലാലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറഞ്ഞാൽ അത് ഹലാലും നിങ്ങൾ പറഞ്ഞാൽ അത് ഹറാമുമായി മാറുന്ന രീതിയല്ല. രണ്ടുപേർ പറഞ്ഞാലും ഹറാം തന്നെയാണെന്നാണ് ഈ നാട്ടിലെ മതേതര വിശ്വാസികളുടെ നിലപാട്.